നിങ്ങൾ എപ്പോഴെങ്കിലും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? പുതിയൊരു ഐഫോൺ വാങ്ങാൻ കയ്യിൽ 10,000 രൂപ കുറവാണല്ലോ എന്നുള്ള ദാരിദ്ര്യമല്ല. പുതിയ ബെൻസിന്റെ EMI അടയ്ക്കാൻ ഇനിയും കുറച്ച് ക്യാഷ് വേണമല്ലോ എന്നുള്ള കഷ്ടപ്പാടല്ല. കണ്ണീരുപ്പ് കലരാതെ ഒരു നേരം പോലും കഞ്ഞി കുടിക്കാൻ സാധിക്കാത്ത ദാരിദ്ര്യം. മരുന്നിന് കാശില്ലാതെ വേദന കടിച്ചമർത്തുമ്പോഴും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന ദാരിദ്ര്യം. രാത്രി കയറിക്കിടക്കാൻ 4 ചുവരുകളുടെ സുരക്ഷയില്ലാതെ പേടി പുതച്ചുറങ്ങുന്ന കൂടപ്പിറപ്പിന് ഉറങ്ങാതെ കാവലിരിക്കുന്ന ദാരിദ്ര്യം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയൊരു ദിവസം രാത്രി മരക്കൊമ്പിൽ കൊരുത്തിട്ട കയറിന്റെ കുരുക്കിൽ നിന്നും മക്കളെക്കുറിച്ചോർത്ത് മാത്രം കഴുത്തൂരി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു അമ്മയുടെ കഥയാണിത്. തന്റെ മക്കളെ പോറ്റാൻ വെയിലും മഴയും വകവയ്ക്കാതെ കല്ലും മണ്ണും ചുമന്ന അഭിമാനിയായ ഒരു അച്ഛന്റെ കഥയാണിത്. നിർണായകമായ ഒരു ഘട്ടത്തിൽ മുന്നോട്ടുള്ള വഴിയറിയാതെ ഒരു തരി വെട്ടം തേടി ഇരുട്ടിൽ പകച്ചു നിന്ന ഒരു ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്വയം അവന്റെ വഴിയും വിളക്കുമായി മാറിയ ഒരു വലിയ മനുഷ്യന്റെ കഥയാണിത്. 10ാം ക്ലാസ്സിൽ 93 മാർക്ക് മാത്രം വാങ്ങി നല്ല ഭംഗിയായി തോറ്റ് ഇനി പഠിക്കുന്നില്ല എന്ന വലിയ തീരുമാനമെടുത്ത ഒരു കഥയില്ലാത്തവൻ വർഷങ്ങൾക്കിപ്പുറം ആരെയും പ്രചോദിപ്പിക്കുന്ന മഹത്തായ ഒരു കഥയുള്ളവനായി തീർന്നതിന്റെ കഥയാണിത്. അതെ, കഥയുള്ളവന്റെ കഥയാണിത്. പ്രിയമുള്ളവരെ, ഞാൻ സുധീർ സുലൈമാൻ. ഞാനൊരു കഥ പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, ഇൻസ്പയറിംഗ് ആയ ഒരു ത്രില്ലിംഗ് റിയൽ സ്റ്റോറി. മക്കൾക്ക് 10ാം ക്ലാസ് പരീക്ഷയായാൽ ജോലിയിൽ നിന്ന് ലീവെടുത്ത് അവരുടെ കൂടെ പഠിപ്പിക്കാനിരിക്കുന്ന ചില ടോക്സിക് പാരന്റിനെ നമ്മൾ കാണുന്നുണ്ട്. ഇനി 10ാം ക്ലാസ് റിസൾട്ട് വന്നാലോ മക്കളുടെ മാർക്ക് ഷീറ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന സൈക്കോ പാരന്റ്സിനെയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ +2-നായി നെട്ടോട്ടം, സയൻസ് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ലോകാവസാനം. അവിടെയാണ് സജീഷിന്റെ മാതാപിതാക്കൾ വ്യത്യസ്തരാകുന്നത്. അവർ അവനെ വലിയ സ്വപ്നങ്ങൾ കാണാനാണ് പഠിപ്പിച്ചത്. ജീവിതത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചു. മനുഷ്യരോട് നന്നായി സംസാരിക്കാൻ പഠിപ്പിച്ചു. സ്ഥിരോത്സാഹിയായിരിക്കാൻ പഠിപ്പിച്ചു. പരാജയങ്ങളിൽ മനസ്സ് പതറാതെ പിടിച്ചു നിൽക്കാൻ പഠിപ്പിച്ചു. കൂലിപ്പണിക്കാരായ അവർക്ക് മകനെ ഡോക്ടറാക്കുന്നത് പോയിട്ട് അവനൊരു പനി വന്നാൽ നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. സാധാരണ സർക്കാർ സ്കൂളിലാണ് അവൻ പഠിച്ചത്. 1 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഫുൾ A+ നഷ്ടപ്പെട്ടതിന് മക്കളെ ശാസിക്കുന്ന മാതാപിതാക്കളും അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളും അറിയണം 600-ൽ വെറും 93 മാർക്ക് മാത്രം വാങ്ങി തോറ്റുപോയ സജീഷിന്റെ കഥ. സജീഷ് ഡോക്ടറായില്ല. പക്ഷേ ഇന്ന് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ പ്രമുഖരായ ഡോക്ടർമാർ സർജറി ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിനൂതനമായ, അതിസൂക്ഷ്മമായ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് സജീഷാണ്. അതെ, ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ഡോക്ടർമാർ രോഗികളെ രക്ഷിക്കാൻ സങ്കീർണമായ സർജറികൾ ചെയ്യുമ്പോൾ അവരുപയോഗിക്കുന്നത് സജീഷ് എന്ന ഒരു നാട്ടുംപുറത്തുകാരൻ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു നൽകുന്ന ഉപകരണങ്ങളാണ്. 600-ൽ കിട്ടിയത് 93 മാർക്കാണെങ്കിലും അതിലെ ഓരോ മാർക്കുകൾക്കും ഇന്ന് കോടികളുടെ മൂല്യമാണ്. ഒരു സാധാ നാട്ടിൻപുറത്തുകാരൻ ഒരു ഫയർ ബ്രാൻഡായി മാറിയ കഥയാണ് ഇനി പറയുന്നത്.